ഹായ് വെൽക്കം ടു കോഡ് യുറേക്ക. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ബിസിനസ് വെബ്സൈറ്റ് എങ്ങനെ ഒരു 5 മിനിറ്റുള്ളിൽ എങ്ങനെ ജനറേറ്റ് ചെയ്യാം. ഒരു ലൈൻ ഓഫ് കോഡ് പോലെ എഴുതാതെ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്കൊരു മൊബൈൽ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. അതല്ല ഒരു ഡെസ്ക്ടോപ്പ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെസ്ക്ടോപ്പിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം, അതിനുശേഷം നമുക്ക് മൊബൈലിൽ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഡെസ്ക്ടോപ്പിൽ ചെയ്യാനായിട്ട് നമുക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ canva.com എന്നുള്ള സൈറ്റിലേക്ക് പോകും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാനും പറ്റും. Canva എന്ന് സെർച്ച് ചെയ്താൽ canva.com എന്നുള്ള സൈറ്റ് ഉണ്ട്. നിങ്ങൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ഹോം സ്ക്രീൻ കിട്ടും. ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്, സൈൻ അപ്പ് ഉണ്ട്, ലോഗിൻ ഉണ്ട്. നമുക്കൊരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈസി ആയിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കൊടുക്കുക. അവിടെ നിങ്ങളുടെ ജിമെയിലിൻ്റെ യൂസർ നെയിം പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അതിനകത്തേക്ക് ലോഗിൻ ആകാൻ പറ്റും. അപ്പം ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് കാണുന്ന ഹോം സ്ക്രീനാണിത്. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ തന്നെ ഫസ്റ്റ് ഇവിടെ തന്നെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിന് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു വെബ്സൈറ്റിൻ്റെ ഒരു വെബ് പേജിൻ്റെ ഒരു ടെംപ്ലേറ്റാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ അത് നമുക്കൊരു ബ്ലാങ്ക് ടെംപ്ലേറ്റാണ് വന്നത്. ഇതിൻ്റെ അകത്തേക്ക് നമുക്കിവിടെ ഒരുപാട് പ്രൊഫഷണൽ ആയിട്ടുള്ള വെബ്സൈറ്റിൻ്റെ ഡിസൈൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫ്രീ ആയിട്ടുള്ള വെബ്സൈറ്റിൻ്റെ ഡിസൈൻ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡിസൈനിങ് ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഇവിടെ കണ്ടു, ഇവിടെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. അതിൻ്റെ ഈ പ്രോ എന്ന് പറയുന്നത് നമുക്ക് ഈ പ്രോ അക്കൗണ്ട് ഉള്ളവർക്ക് യൂസ് ചെയ്യാനായിട്ടാണ്. നമുക്ക് ഈ പ്രോ അക്കൗണ്ട് എടുക്കാൻ ഇപ്പോൾ ക്യാൻവയുടെ വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ഗ്രൂപ്പ് അക്കൗണ്ട് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചെറിയ പൈസയ്ക്ക് നിങ്ങൾക്ക് ഈ പ്രോ അക്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഈ പേജ് എടുക്കുക. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ടെംപ്ലേറ്റ്, എക്സാമ്പിൾ നമ്മൾ ഈ ടെംപ്ലേറ്റാണ് നമ്മുടെ ബിസിനസ്സിന് വേണ്ടി ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ടെംപ്ലേറ്റ് കാണിക്കും കേട്ടോ. ഇത്രയും പേജസിൻ്റെ ടെംപ്ലേറ്റ് ഇവിടെ അവൈലബിൾ ആണ്. 5 പേജിൻ്റെ ടെംപ്ലേറ്റ് അവൈലബിൾ ആണ്. ഇത് അപ്ലൈ 5 സെക്ഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒറ്റ പേജായിട്ട് ഇവിടെ ആഡ് ആവും. നമുക്ക് ഓരോരോ പേജായിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് പേജ് ഇതാണെങ്കിൽ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫസ്റ്റ് പേജിൻ്റെ ടെംപ്ലേറ്റ് ഇവിടേക്ക് വന്നു. അപ്പോൾ ഇനി സെക്കൻഡ് പേജ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് പേജ് എന്ന് പറഞ്ഞാൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും താണ്ട് ഈ ഡിസൈനിങ് ക്ലിക്ക് കൊണ്ടുവരിക. ഡിസൈനിങ് വന്നതിന് ശേഷം ഈ സെക്കൻഡ് പേജ് ഏതാണ് നമുക്ക് സെക്കൻഡ് പേജ് വേണ്ടത് അത് നമ്മൾ ആഡ് ചെയ്യുക. ക്ലിക്ക് ചെയ്തു. അടുത്ത തേർഡ് പേജ് ഒരു പേജ് കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഈ ഡിസൈനിലേക്ക് വരിക. എന്നിട്ട് അടുത്ത പേജ് ആഡ് ചെയ്യുക. അപ്പം 3 പേജായി. ഇനി അടുത്ത പേജ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസൈനിലേക്ക് വരിക. 4ാമത്തെ ടെംപ്ലേറ്റ് ആഡ് ചെയ്യുക. ഇനിയും നമുക്കൊരു എണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഈ ഡിസൈനിൽ പോവുക. 5ാമത്തെ പേജ് ആഡ് ചെയ്യുക. അങ്ങനെ എത്ര പേജുകൾ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഓരോ പേജും എടുത്തിട്ട് ഇത് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുണ്ടോ, ഇത് വെസ്റ്റ്മെയർ, ഇതിൻ്റെ പേര് നമുക്ക് ചേഞ്ച് ചെയ്യണം. അല്ലെങ്കിൽ ഇവിടെ ഇത് ഈ പേര് ടെംപ്ലേറ്റ് എന്ത് വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇതാണ്ട് ഇത് ഇവിടെ വലുതാക്കണമെങ്കിൽ ഇതാണ്ട് ഇത് കേട്ടോ, ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വലുതാവും. കണ്ടോ, ഇവിടെ നമുക്ക് ഇതാണ് ഈ പേര് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരിക. ഇതിന് ശേഷം നമുക്കിവിടെ പേര് മാറ്റി കൊടുക്കാം. ഞാനിവിടെ കമ്പ്യൂട്ടർ ഷോപ്പ് എന്ന് കൊടുക്കണം. എന്തെങ്കിലും നമുക്കിപ്പം എന്ത് പേര് വേണമെങ്കിലും ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഈ ഇമേജ് മാറ്റണമെങ്കിൽ ഇവിടെ മാറ്റാം. ഈ ഇമേജിന് പകരം വേറെ ഇമേജ് വേണമെങ്കിൽ തന്നെ ഇവിടെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എലമെൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ ഇവിടെ ഹെഡ്സെറ്റിൻ്റെ ഫോട്ടോ, ഹെഡ്സെറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഹെഡ്ഫോൺസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സ്റ്റോക്ക് ഇമേജസ് ഉണ്ട്. നമുക്ക് അത് യൂസ് ചെയ്യാം. 2 ഗ്രാഫിക്സും ഉണ്ട്, ഫോട്ടോസും ഉണ്ട്. അപ്പോൾ നമുക്ക് തന്നെ ഗ്രാഫിക്സ് ആണെങ്കിൽ CO കൊടുത്താൽ ഫുൾ ഗ്രാഫിക്സ് കാണിക്കും. അതല്ല ഫോട്ടോസ് ആണ് വേണമെങ്കിൽ CO കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോസ് കാണിക്കും. അപ്പോൾ ഈ പ്രോ അല്ലാത്ത ഏത് ഇമേജ് നമുക്കിവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഈ ഇമേജ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. കണ്ടല്ലോ, ഈ ഇമേജാണ് യൂസ് ചെയ്തേക്കുന്നത്. ആ ഇമേജിന് പകരം നമുക്ക് മറ്റൊരു ഇമേജ് വേണമെങ്കിൽ ആ ഇമേജ് കൊടുക്കാം. ആ ഇമേജ് ജസ്റ്റ് ട്രാഗ് ചെയ്താൽ മതി. ഇപ്പോൾ ഈ ഇമേജാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഇമേജ് കൊണ്ട് ട്രാഗ് ചെയ്യുമ്പോൾ അത് ഓവർ റൈറ്റ് ആവും അതിൻ്റെ പുറത്ത്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ട് ട്രാഗ് ചെയ്ത് കൊണ്ടുവച്ചാലും മതി. ഇങ്ങനെ ഒരുപാട് ഫോട്ടോസിൻ്റെ അകത്ത് അവൈലബിൾ. നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് ഇപ്പോൾ ഇനി ഇതാണ് വേണ്ടെങ്കിൽ ഇത് കൊണ്ട് നോക്കാം. അപ്പം നമ്മുടെ വെബ്സൈറ്റിൻ്റെ അകത്ത് അതാവും, ആ ഒരു പിക്ചർ വരും. അതുപോലെ ഇവിടെ ബൈ നൗ എന്നുള്ളത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ബൈ എന്ന് മാത്രം മതിയെങ്കിൽ അത് കൊടുക്കുക. കണ്ടോ, അങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓരോ എലമെൻറ്റ്സും ഇതിൻ്റെ അകത്ത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് മാറ്റണമെങ്കിൽ നമുക്ക് അത് മാറ്റാനായിട്ട് പറ്റും. ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വേറെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊണ്ട് കൊടുക്കാം. അല്ലാതെ ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമുക്ക് ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ ഡിലീറ്റ് ആവും. കൺട്രോൾ സെലക്ട് അടിച്ച് കഴിഞ്ഞാൽ അത് തിരിച്ചു വരും. അതുപോലെ തന്നെ 2ാമത്തെ പേജ് വരിക. ഇവിടെയും നമുക്ക് ഇതുപോലെ തന്നെ ഈ പിക്ചറൊക്കെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇവിടെ ഈ പിക്ചർ മാറ്റിയിട്ട് കാണാം, ഇതിങ്ങനെ ട്രാഗ് ചെയ്ത് മാറ്റാവുന്ന പിക്ചറാണ്. ഇതിന് പകരം വേറൊരു പിക്ചർ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ അപ്ലോഡ് എന്ന ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ വേറെ പിക്ചർ, ഏതെങ്കിലും ഒരു പിക്ചർ, ഇപ്പോൾ നമ്മളിത് അപ്ലോഡ് ചെയ്ത പിക്ചറാണ്, ഇത് ട്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചാൽ അത് ഓട്ടോമാറ്റിക്കലി അതായിട്ട് റീപ്ലേസ് ചെയ്യും. അതല്ല ഇവിടെ ഒരുപാട് സ്റ്റോക്ക് ഇമേജസ് ഉണ്ട്. ഇവിടെ പോയിട്ട് നമുക്ക് ഫോണെന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് മൊബൈൽ ഫോണിൻ്റെ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫോണിൻ്റെ പിക്ചേഴ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഏതെങ്കിലും ഒരു പിക്ചർ നമുക്ക് അവിടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് സെലക്ട് ചെയ്ത് അങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ പിക്ചർ വരും അവിടെ.
നമുക്ക് ഈ ഒരു പിക്ചർ കൊടുക്കാം. അപ്പോൾ ആ ഒരു പിക്ചർ അവിടെ വരും കേട്ടോ. ഇതുപോലെ നമുക്ക് പിക്ചർ ചേഞ്ച് ചെയ്യാം, അതുപോലെ ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യാം, ടെക്സ്റ്റിൻ്റെ സൈസ് ഫോണ്ട് മാറ്റാം, സൈസ് കൂട്ടാം, സൈസ് കുറയ്ക്കാം, ബോൾഡ്, അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഇതുപോലെ തന്നെ അടുത്ത പേജ് നമ്മൾ ആഡ് ചെയ്ത പേജും ഇങ്ങനെ തന്നെ കിട്ടും. ഇനി നമ്മൾ പ്രിവ്യൂയിലേക്ക് പോകും. അതാണ് ഇവിടെ പ്രിവ്യൂ കാണണമെങ്കിൽ ഈ പ്രിവ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി. പ്രിവ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കേണ്ടത് നമ്മൾ ആഡ് ചെയ്ത 5 പേജ് കൊടുക്കണം. പേജ് 1, പേജ് 2, പേജ് 3, പേജ് 4, പേജ് 5 ആണ്. അപ്പോൾ ഈ പേജിൻ്റെ അകത്ത് നമുക്ക് ഈ പേജ് എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് ഹോം, പ്രോഡക്റ്റ്, എബൌട്ട് അസ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പ്രിവ്യൂ നമ്മൾ ജസ്റ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഇവിടെ വരിക. ഇവിടെ വന്നതിന് ശേഷം തന്നെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ, ഈ ഒരു ടൈലായിട്ട് കാണിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ കൊടുക്കുക. അപ്പോൾ തന്നെ ഇവിടെ 1, 2, 3 എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് പേര് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. എക്സാമ്പിൾ ഇതാണ്, ഇവിടെ നമ്മൾ ഹോം എന്ന് കൊടുത്തു. ഹോം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ പ്രിവ്യൂ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇവിടെ ഹോം എന്നാണ്. ഇനി ഇത് എബൌട്ട് അസ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് തന്നെ ഇവിടെ വന്നിട്ട് എഡിറ്റ് ചെയ്യുക, എന്നിട്ട് എബൌട്ട് അസ് എന്ന് കൊടുക്കുക. അതിനുശേഷം പ്രിവ്യൂ എടുക്കുക. അപ്പോൾ ഇത് എബൌട്ട് അസ് ആയി. ഇനി പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പ്രോഡക്ട്സ് എന്നാക്കി കൊടുക്കാം. പ്രോഡക്ട്സ് കൊടുത്തു, പ്രിവ്യൂ എടുക്കുക. കണ്ടോ, ഇപ്പോൾ എബൌട്ട് അസ് എന്ന് പറഞ്ഞ പേജ് വന്നു, പ്രോഡക്ട്സ് വന്നു. അതുപോലെ ഈ പേജിൻ്റെ എല്ലാം നെയിംസ് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പ്രോഡക്റ്റ് ഇപ്പുറത്ത് വരണം. അത് ഹോം കഴിഞ്ഞ് പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. ഈ പ്രോഡക്റ്റിനെ പിടിച്ച് ഇപ്പുറത്ത് കൊണ്ടുവച്ചാൽ മതി. ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് നമ്മൾ പ്രിവ്യൂ എടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഹോം, പ്രോഡക്റ്റ്, എബൌട്ട് അങ്ങനെയുള്ള ഓർഡറിലാണ് വരണമെങ്കിൽ അങ്ങനെ വരും. കണ്ടോ, ഹോം, പ്രോഡക്റ്റ്, എബൌട്ട് അസ് ഇപ്പം 3ാമതായി. ഇതുപോലെ ബാക്കിയുള്ള പേജ് നമുക്ക് ഇതുപോലെ എഡിറ്റ് ചെയ്യാം. കോൺടാക്റ്റ് അസ് വേണമെങ്കിൽ ഇത് കോൺടാക്റ്റ് അസ് എന്നാക്കി കൊടുക്കാം. അങ്ങനെ ഓരോന്നും നമുക്ക് മാറ്റി ഇപ്പം നമുക്ക് തന്നെ ഇത് നമുക്ക് സർവീസസ് എന്ന് കൊടുക്കാം, ഇത് നമുക്ക് കോൺടാക്റ്റസ് എന്ന് കൊടുക്കാം. ഇനി നമ്മൾ പ്രിവ്യൂ എടുക്കുമ്പോഴത്തേക്കും പ്രോഡക്റ്റ്, എബൌട്ട് അസ്, സർവീസ്, കോൺടാക്റ്റ്, ഇതെല്ലാം നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇത് എക്സാമ്പിൾ ഇതിപ്പോൾ എന്താ തിരിച്ച് ആക്കി കഴിഞ്ഞാൽ ഗ്രിഡ് വ്യൂ മാറ്റിയിട്ട് നമ്മൾ ഓരോന്നായിട്ട് കാണുന്ന വ്യൂവിലാക്കിയിട്ട് ഇവിടെ നമുക്ക് വന്നിട്ട് ഈ അഡ്രസ്സും നമ്മുടെ ഓഫീസിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഈ ടെക്സ്റ്റെല്ലാം ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇവിടെ എന്തെങ്കിലും പിക്ചർ കൊണ്ടുവരണമെങ്കിൽ നമുക്കിവിടെ പിക്ചർ എലമെൻറ്റ്സിൽ പോയിട്ട് എന്തെങ്കിലും ഒരു പിക്ചർ വേണമെന്നുണ്ടെങ്കിൽ പിക്ചർ കൊണ്ട് വെക്കാം. എക്സാമ്പിൾ കോൺടാക്റ്റസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കുറേ പിക്ചർ ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും. കണ്ടോ, ഇത് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവെക്കാം. അതൊരു സൈസ് വരും, ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ചെറുതാക്കി ഇങ്ങനെ കൊണ്ട് ഇവിടെ പ്ലേസ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് ഇഷ്ടംപോലെ പിക്ചേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഇതിൽ ഏത് പിക്ചർ വേണമെങ്കിലും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും, എടുത്ത് ഇതുപോലെ ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തത് നമുക്ക് എങ്ങനെ ഇത് പബ്ലിഷ് ചെയ്യാമെന്ന് നോക്കാം. പബ്ലിഷ് ചെയ്യുന്ന വളരെ സിമ്പിളാണ്. അതായത് ഇവിടെ പബ്ലിഷ് വെബ്സൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്കിത് ഫ്രീ ആയിട്ട് ഇത് ഹോസ്റ്റ് ചെയ്ത് തരും. എന്താണ്ട് ഇവിടെ ഇൻക്ലൂഡ് നാവിഗേഷൻ മെനു എന്ന് പറഞ്ഞ് കൊടുത്താൽ നമുക്ക് എന്തോ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മുകളിലുള്ള നാവിഗേഷൻ മെനൂസ് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിൽ എടുക്കുമ്പോഴും ആ നാവിഗേഷൻ ഇവിടെ അവൈലബിൾ ആയിട്ട് വരും സൈഡിൽ. കേട്ടോ, അതിന് ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ഇത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇൻക്ലൂഡ് നാവിഗേഷൻ മെനു, റീസൈസ് ഓൺ മൊബൈൽ, ഇത് രണ്ടും നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഇത് അതായത് ഫ്രീ ആയിട്ട് ഇത് ജനറേറ്റ് ചെയ്യുന്ന വെബ്സൈറ്റ് CodeEureka.my canvas site/ ഒരു പേര് അത് വേണം നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അവിടെ എഡിറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ മൈ സൈറ്റ് എന്ന് കൊടുക്കാം. മൈ സൈറ്റ് എന്ന് ഞാനിപ്പോൾ വെറുതെ കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ വരും. അപ്പോൾ അത് വരുന്നത് CodeEureka.mycanva.site/mysite എന്ന് പറഞ്ഞ് വരും. ഇതാണ് ഇതിൻ്റെ അഡ്രസ്സ്. ഇനി അതല്ല നമുക്കൊരു ഡൊമൈൻ ഉണ്ടെങ്കിൽ ഒരു ഡൊമൈൻ നെയിമും സ്പേസും നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇവിടെ ഗെറ്റ് എ ഡൊമൈൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് നമുക്കത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഡൊമൈൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ പോയിട്ട് നമ്മുടെ ഹോസ്റ്റിംഗർ പോലത്തെ വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം നിങ്ങൾക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ അത് ജസ്റ്റ് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ഹോം സ്ക്രീനിൽ വരും. ഇവിടെ വന്നിട്ട് നമുക്കിപ്പോൾ നമ്മുടെ ഒരു വെബ്സൈറ്റിൻ്റെ പേര് കൊടുക്കുക. അതിവിടെ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് സെർച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഞാനിപ്പോൾ കൊടുത്ത വെബ്സൈറ്റ് അവൈലബിൾ ആണ്, .in അവൈലബിൾ ആണ്. അപ്പം ഞാനിവിടെ ബൈ നൗ കൊടുക്കുക. അതിനുശേഷം ബില്ലിങ് ഇപ്പോൾ എത്ര വർഷത്തേക്ക് വേണം അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. ചൂസ് പേയ്മെൻറ്റ് മെത്തേഡ് കൊടുത്ത് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡൊമൈൻ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം ഇവിടെ വന്നിട്ട് ഗെറ്റ് എ ഡൊമൈൻ പോയിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ഈ സെറ്റിങ്സ് എല്ലാം
ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അതിലേക്ക് ഇത് ഹോസ്റ്റിംഗ് പോകും. അതിന് വേണ്ടിയിട്ട് നിങ്ങളിതൊന്ന് പെയ്ഡ് ആക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് പെയ്ഡ് ആക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഫേസ്ബുക്കിലോ വല്ല നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. വളരെ കുറഞ്ഞ പൈസയ്ക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റും. ടീം ആയിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതുവഴി നിങ്ങൾക്ക് വളരെ കുറഞ്ഞ പൈസയ്ക്ക് ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് അക്കൗണ്ട്സ് കിട്ടും. അതിൻ്റെ അത് വളരെ തുച്ഛമായ പൈസയ്ക്ക് നിങ്ങൾക്ക് ഈ ക്യാൻവ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഫേസ്ബുക്കിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് പ്രോ വെർഷൻ ക്യാൻവ എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്ത് അങ്ങനെ വേണേൽ പബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇത് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ നമുക്ക് ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യാം. ഇനി നമുക്ക് എങ്ങനെ ഇത് തന്നെ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം പ്ലേ സ്റ്റോറിൽ പോയിട്ട് ക്യാൻവയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. നമ്മൾ മൊബൈലിൽ വരുമ്പോഴത്തേക്കും നേരെ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാനായിട്ട് പറ്റും. സെർച്ച് കൊടുക്കുക, ക്യാൻവ എന്ന് സെർച്ച് ചെയ്യുക. ക്യാൻവ എന്ന് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ക്യാൻവ ഓപ്പൺ ആയി വരും. അവിടെ ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാൾ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടൺ വരും. അവിടെ ഓപ്പൺ നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്യുക. ഇവിടെ വന്നിട്ട് നമുക്ക് ഗൂഗിൾ വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ സാധിക്കും. ഡെസ്ക്ടോപ്പിൽ ചെയ്ത പോലെ തന്നെ നമുക്കിവിടെ വരുമ്പോഴത്തേക്കും പിന്നെ എന്താണ് ഇവിടെ വെബ്സൈറ്റിൻ്റെ ഓപ്ഷൻ കാണാം. നമ്മളവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ കുറേ ടെംപ്ലേറ്റ്സ് കാണും. നമുക്ക് ഇഷ്ടമുള്ള കാറ്റഗറി സെലക്ട് ചെയ്യുക. ഇപ്പോൾ ബിസിനസ് ആണെങ്കിൽ നമ്മൾ ബിസിനസ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ അവിടെ പ്രോ ആയിട്ടും ഫ്രീ ആയിട്ടുള്ള ഒരുപാട് വെബ്സൈറ്റിൻ്റെ ടെംപ്ലേറ്റുകൾ കാണാൻ സാധിക്കും. അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോഴത്തെ അതിൻ്റെ പേജസ്, ഇന്നർ പേജസ് എല്ലാം നമുക്ക് അവിടെ കാണാൻ പറ്റും. അവിടെ അപ്ലൈ ഫോർ ഓൾ 6 പേജസ് എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് ആ 6 പേജ് നമുക്ക് ലോഡായി കിട്ടും. കണ്ടോ? ഇനി നമുക്കിത് എഡിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഡെസ്ക്ടോപ്പിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ ഏതാണോ സെലക്ട് ചെയ്യേണ്ടത് അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ താഴെ നമുക്ക് ടെസ്റ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ടെസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണ്ടും കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കണ്ടോ? അപ്പോൾ എന്താണ് ഇവിടെ കണ്ടോ? ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഫോണ്ട് ചേഞ്ച് ചെയ്യാം, അതിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യാം, സ്റ്റൈൽ ചേഞ്ച് ചെയ്യാം. നല്ല ഫോൺസ് ആണ് ഈ കാണിക്കുന്നത്. പല ഫോൺസ് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊരു മൊബൈൽ ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ഡെസ്ക്ടോപ്പ് ഇല്ലെങ്കിൽ പോലും ഇത് വെച്ച് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇമേജ് ചേഞ്ച് ചെയ്യാൻ ആ ഇമേജ് സെലക്ട് ചെയ്താൽ മതി. ജസ്റ്റ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും റീപ്ലേസ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ അതിൻ്റെ അകത്തുള്ള സ്റ്റോക്ക് ഇമേജസ് ആണ് ഈ കാണിക്കുന്നത്. അവിടെ നമുക്ക് സെർച്ച് ചെയ്ത് വേണമെങ്കിൽ സെർച്ച് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഗാലറി എന്ന് വേണമെങ്കിൽ ഗാലറി എന്ന്. ഇവിടെ നമുക്ക് ഒരു റിസോർട്ട് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യണം. കേട്ടോ, ഒരുപാട് സ്റ്റോക്ക് ഇമേജസ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ഇവിടെ റീപ്ലേസ് ആയി കിട്ടും. കണ്ടോ? ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഓരോ പേജ് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ആ ബട്ടൻ്റെ പേരൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ ബട്ടൺ ഒന്ന് സെലക്ട് ചെയ്താൽ മതി. കണ്ടോ? എന്നിട്ട് അവിടെ പേര് പറഞ്ഞാൽ അവിടെ ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഒന്ന് ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ അത് എഡിറ്റബിളായി. അവിടെ ലൈൻ മറന്നു വേണമെങ്കിൽ ലൈൻ മറന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ഫോണിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ ടെസ്റ്റ് പ്രസ് ചെയ്യുന്ന അവിടെ ആ ബാർ കിട്ടും. നമുക്കത് ജസ്റ്റ് സിമ്പിളായിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ അടുത്ത പേജിൽ നമുക്ക് ടെസ്റ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ അവിടെ ജസ്റ്റ് സെലക്ട് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. അതിനുശേഷം ആ മുകളിൽ ആ 3 ബട്ടൺ കണ്ടോ? ആ 3 ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും വ്യൂ ഓൾ പേജസ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. കണ്ടോ? അവിടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പേജും കാണാം. ആ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെയ്ത പോലെ പുതിയ പേജ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് ഇപ്പോൾ ഒരു ബ്ലാങ്ക് പേജാണ് വന്നത്. അവിടെ ഒരു ടെസ്റ്റ് ആഡ് ചെയ്യണേ, താഴെ ടെസ്റ്റ് കൊടുക്കുക. അത് ഏത് സൈസ് വേണമെന്നുള്ള സെലക്ട് ചെയ്യുക. ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. എന്നിട്ട് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അല്ല ഒരു ഡിസൈനാണ് വേണ്ടെങ്കിൽ തന്നെ ആ ഡിസൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിസൈൻ ഏതെങ്കിലും ഒരു ഡിസൈൻ സെലക്ട് ചെയ്താൽ ആ ഡിസൈൻ ആ പേജിലോട്ട് ലോഡായി കിട്ടും. അങ്ങനെ ഒരു പേജിൽ അതിൻ്റെ കൂടെ ആഡായി കിട്ടും നമ്മുടെ വെബ്സൈറ്റിലേക്ക്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഡിസൈൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസൈൻ വരും. അതല്ല ബ്ലാങ്ക് മതിയെങ്കിൽ ബ്ലാങ്ക് വരും. ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അവിടെ കോൺടാക്റ്റേഴ്സ് പിക്ചർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ? ഇപ്പം നമുക്ക് ആ മുകളിലത്തെ ആ 3 ബട്ടൺ കണ്ടോ? അതിലാണ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എല്ലാ ഓപ്ഷനും സൈഡിൽ വരുന്നത്. അപ്പോൾ അവിടെ തന്നെ നമ്മുടെ എല്ലാ പേജസ് അവിടെ കാണും. ഇപ്പോൾ പേജിൻ്റെ പേര് ചേഞ്ച് ചെയ്യണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും താഴെ ഓപ്ഷൻ വരും. ആ 1 ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓപ്ഷൻ വരും. അവിടെ നമുക്ക് ഹോം ആക്കി കൊടുക്കാം. നമ്മൾ അവിടെ ചേഞ്ച് ചെയ്ത പോലെ തന്നെ ഡെസ്ക്ടോപ്പിൽ ചേഞ്ച് ചെയ്ത പോലെ തന്നെ ബോട്ടസ് വേണമെങ്കിൽ ബോട്ടസ് ആക്കി കൊടുക്കാം. ജസ്റ്റ് അതിലൊന്ന് ടാപ്പ് ചെയ്താൽ മതി. അതിനുശേഷം ആ മുകളിൽ ആ ഐയുടെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പ്രിവ്യൂ കിട്ടുന്നത്. ഐയുടെ ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ പ്രിവ്യൂ കിട്ടും. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു അപ്ലോഡിൻ്റെ ഓപ്ഷൻ കണ്ടോ? അതാണ് പബ്ലിഷിൻ്റെ ഓപ്ഷൻ. നമുക്ക് അവിടെ കണ്ട അതേ ഓപ്ഷൻസാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നമ്മൾ ഈ റീസൈസ് ഓൺ മൊബൈലും ഇൻക്ലൂഡ് നാവിഗേഷൻ മെനുവും കൊടുക്കുക.